ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ആലു ചന്ന കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് വെള്ളക്കടല 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 2 സവാള ചോപ്പ് എടുത്തിട്ടുണ്ട്. 1 തക്കാളി ചോപ്പ് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഞാൻ അതിലേക്ക് സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയും സവാളയും പച്ചമുളകും ഒക്കെ ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ചേർത്ത് ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറണം. ഒരു മിനിറ്റ് ഒന്ന് പൊടിയുടെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടല ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇതൊന്ന് സെർവിംഗ് ബൗളിലേക്ക് എടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആലു ചന്ന കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂജയുടെ കൂടെയും ഭട്ടൂരയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ല റെസിപ്പിയായിട്ട് കാണാം. ബൈ.